ഞാൻ മാധ്യമങ്ങളിലൂടെയാണ് അത് അറിഞ്ഞത്. അത് പരിഹരിക്കപ്പെടാവുന്ന ഒരു വിഷയമുള്ളൂ, അതിനപ്പുറത്തേക്കൊരു വിഷയമുള്ളൂ. പരിഹരിക്കപ്പെടാവുന്ന ഒരു വിഷയമുള്ളൂ. വ്യക്തിപരമായിട്ടുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രം അതുമായി ബന്ധപ്പെട്ടുള്ളൂ. അതൊക്കെ ഒരു കുടുംബം പോലെ കഴിയുന്ന ആളുകളാണ്. പെരുമ്പാവൂരിൽ MLA-യും അതുപോലെ ആ കുടുംബം അവരൊരു കുടുംബം പോലെ കഴിയുന്ന ആളുകളാണ്. അവരൊക്കെ തമ്മിൽ എന്തെങ്കിലും ചെറിയ ചില്ലറ പണക്കങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അവരവിടെ തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എൽദോസിന് വളരെ കൃത്യമായി അറിയാം അതൊക്കെ എങ്ങനെ പരിഹരിക്കണമെന്നുള്ളത്. അത് എൽദോസ് തന്നെ നേരിട്ട് പരിഹരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ അത്തരത്തിലുള്ള പരാതിയൊന്നും എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. KPCC-യുടെ മാനദണ്ഡങ്ങൾ, KPCC എന്താണോ സർക്കുലറിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞിട്ടുള്ളത്, ആ പറഞ്ഞ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാർ, വിവിധ തലങ്ങളിലുള്ള കോർ കമ്മിറ്റികൾ, അതുപോലെ തന്നെ ജയിച്ചു വന്ന പാർലമെന്ററി പാർട്ടിയിലെ അംഗങ്ങൾ, ഇവരൊക്കെയായി കൂടിയാലോചിച്ചിട്ടാണ് ഈ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും ഒക്കെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന് ഒരു കൃത്യമായ നടപടിക്രമം പാർട്ടിക്കുണ്ട്, അത് പരിപൂർണമായി പാലിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് എല്ലാ നേതാക്കന്മാർക്കും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അറിവുള്ളതാണ്. പിന്നെ എവിടെയെങ്കിലും ചെറുതും വലുതുമായിട്ടുള്ള പരാതികളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. 100% അത്തരത്തിലുള്ള പരാതിയുള്ള ആളുകളെ നേരിട്ട് കണ്ട് സംസാരിക്കും. എല്ലാ പരാതികളും പരിഹരിക്കപ്പെടും. ഇത്രയധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞ് തിളക്കമാർന്ന ഒരു വിജയമുണ്ടായിട്ട് സ്വാഭാവികമായും ചെറിയ ചെറിയ പരാതികളാണ് ഉണ്ടായിട്ടുള്ളത്. ആ പരാതികൾ പരിഹരിക്കാൻ കഴിയാവുന്ന പരാതികൾ മാത്രമേ ഉള്ളൂ. അത് 100% ആത്മാർത്ഥതയോടുകൂടി ജയിച്ചു വന്ന ആളുകളും നേതാക്കന്മാരും അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കും. ആ പ്രവർത്തിച്ചതിന്റെ ഉദാഹരണമാണ് നിങ്ങൾ ഈ കണ്ടത്. ഒരു പരാതികളോ പരിഭവങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എല്ലാ സ്ഥലങ്ങളിലും ഒരു അപസ്വരമില്ലാതെ ഈ കാര്യങ്ങളെല്ലാം പരിപൂർണമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കൊച്ചി കോർപ്പറേഷനിലെ ഒരു ടൈം വരികയും തൃക്കാക്കരയിൽ അത് ഉണ്ടായില്ല എന്നതാണ് പ്രധാനമായും പറയുന്നത്. അവിടെ അങ്ങനെ ഒരു കൗൺസിലർമാർക്കിടയിൽ തന്നെ ആവശ്യമുണ്ടായിരുന്നു എന്നും തോമസ് വ്യക്തമാക്കുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒന്നിനു പുറകെ ഒന്നായി പരാതി വരുമ്പോൾ ഇല്ലില്ല, അത് KPCC-യുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമാണ് അവിടെയും അത് പരിഹരിക്കപ്പെടുക. അത് കൂടിയാലോചനകൾ നടത്തും. ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഈ പരാതിയുള്ള കാര്യം തന്നെ ഞാൻ അറിയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അത് KPCC-യുടെ മാർഗനിർദ്ദേശങ്ങൾ എന്താണോ അത് നേതൃത്വം കൂട്ടായി ആലോചിച്ച് അത് പരിഹരിക്കും. അത് പരിഹരിക്കപ്പെടാവുന്നതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അങ്ങനെയുള്ളൊരു കാര്യമായിട്ടുള്ള പരാതികളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ഇന്ന് നേടിയിട്ടുള്ള ഈ വിജയങ്ങളെ അത് പ്രത്യേകിച്ചും താഴെ തട്ടിലുള്ള ഞങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരാണ്. അവരുടെ കഠിനാധ്വാനമാണ് കഴിഞ്ഞ 1.5 വർഷക്കാലത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള അവരുടെ മുന്നൊരുക്ക പ്രവർത്തനം ഇത്ര വലിയൊരു റിസൾട്ട് സമ്മാനിച്ചത്. നേതാക്കന്മാരുടെ കൂട്ടായ പ്രവർത്തനം, കൃത്യമായ അച്ചടക്കത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് ഈ റിസൾട്ട് ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ സ്വാഭാവികമായും അവരുടെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാക്കാനുള്ള ഒന്നും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. അത് ഞങ്ങൾ വളരെ നന്നായി ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി വരുന്ന 5 വർഷക്കാലം പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങളുടെ കൂടി ഉൾപ്പെടെ സഹായങ്ങൾ കൂടി വേണം. എല്ലാ കാര്യങ്ങളിലും എല്ലാ തലങ്ങളിലുള്ള കൂടിയാലോചനകൾ നടത്തി പോരായ്മകൾ പരിഹരിച്ച് നല്ല ഭരണം, സംശുദ്ധമായ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് UDF-ന്റെ ഉദ്ദേശം. അത് പരിപൂർണമായി പാലിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതുവരെയുള്ളൊരു ചരിത്രം അനുസരിച്ച് തേങ്ങമറസിൽ മാറി മാറി വന്നിട്ടുണ്ട്. ഇത്തവണത്തെ ചെയർമാൻ 5 വർഷം തികച്ച് ഭരിക്കും എന്ന് തന്നെയാണ്. അല്ല, അത് കൂട്ടായ നേതൃത്വം അവിടുത്തെ തൃക്കാക്കരയിലെയും അതുപോലെ ജില്ലയിലെയും കൂട്ടായ നേതൃത്വം എന്താണോ പറയുന്നത് അതനുസരിച്ച് തൃക്കാക്കരയിലെ അധ്യക്ഷ പദവികൾ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളുണ്ടാകും. ഞാൻ മാധ്യമങ്ങളിലൂടെയാണ് അത് അറിഞ്ഞത്. അത് പരിഹരിക്കപ്പെടാവുന്ന ഒരു വിഷയമുള്ളൂ, അതിനപ്പുറത്തേക്കൊരു വിഷയമുള്ളൂ. പരിഹരിക്കപ്പെടാവുന്ന ഒരു വിഷയമുള്ളൂ. വ്യക്തിപരമായിട്ടുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രം അതുമായി ബന്ധപ്പെട്ടുള്ളൂ. അതൊക്കെ ഒരു കുടുംബം പോലെ കഴിയുന്ന ആളുകളാണ്. പെരുമ്പാവൂരിൽ MLA-യും അതുപോലെ ആ കുടുംബം അവരൊരു കുടുംബം പോലെ കഴിയുന്ന ആളുകളാണ്. അവരൊക്കെ തമ്മിൽ എന്തെങ്കിലും ചെറിയ ചില്ലറ പണക്കങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അവരവിടെ തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എൽദോസിന് വളരെ കൃത്യമായി അറിയാം അതൊക്കെ എങ്ങനെ പരിഹരിക്കണമെന്നുള്ളത്. അത് എൽദോസ് തന്നെ നേരിട്ട് പരിഹരിച്ചോളൂ, ഒരു കുഴപ്പമില്ല.